ചട്ടി വെച്ച് മസാല എടുക്കുന്നു അല്പം വറുത്തെടുക്കണം. അതിനോട് ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പട്ട, സ്റ്റാർ അനേസ്, തക്കോലം, ഏലക്കായ്, ഗ്രാമ്പു, കുരുമുളക്, ജാതിപത്രി, കുറച്ച് മല്ലി, ജീരകം, പെരുംജീരകം. ഇതൊന്ന് വറുത്ത് നമുക്ക് പൊടിക്കണം. ഇതാണ് ഇതിൻ്റെ മസാല. നമുക്കിത് പൊടിച്ചത് ചൂടാറാൻ വെക്കണം. നമുക്ക് മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. കുറേശ്ശേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്താ മണം, അടിപൊളി. നമുക്ക് കഴുകിയെടുക്കാം. മൂന്നാല് തവണ ഒന്ന് കഴുകിയിട്ട് ചിലപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ, നെയ്യ് മാത്രം പോരാ. കുറച്ച് എണ്ണ ചൂടാച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീവ്സ്, മല്ലി, പച്ചമുളക്, ഉള്ളി. വലിയ ഉള്ളിയാണ്. കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ് ശരിക്കും. ഈ ഉള്ളി ഒന്ന് ശരിക്കും ബ്രൗൺ കളറായി വരണം, എന്നാലേ ബിരിയാണി ടേസ്റ്റ് ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 20 കിലോ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 20 കിലോ അരിയും അതുപോലെ തന്നെ 20 കിലോ ആടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആട്ടിറച്ചി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനിയാണ് ഇതിൻ്റെ മണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി നമ്മൾ പൊടിച്ച ബിരിയാണി മസാല. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഈ വലിക്കണം. തക്കാളി, തൈര്, മട്ടൺ, ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മട്ടൺ ഒന്ന് വേകണം, അതിനുള്ള വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് അരി വേകാനുള്ള വെള്ളം വേണം. തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് തുറക്കാം. തിളക്കട്ടെ, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ജീരകശാല അരിയാണത്. ഇത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ്.
ഇതിൽ ഉപയോഗിക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചേക്കാം. അപ്പോൾ അരി ഒന്ന് വെന്ത് വരും. പതുക്കെ തീ കൊടുക്കാൻ പാടുള്ളൂ. ഇനി പതുക്കെ തീ കത്താൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അത് വെന്ത് വരുമോ. തുറക്കാം. അടിപൊളി. ഒന്ന് നോക്കാം. എന്താ മണമല്ലേ അരിയുടെ. ചട്ടി അടി കനം പോരാ ശരിക്കും. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് അണ്ടിപ്പരിപ്പ്. പച്ച അണ്ടിപ്പരിപ്പിട്ട അതിൻ്റെ ഒരു മണം വ്യത്യാസമാണ്. ഒരല്പം നെയ്യ്, ഇടം 3 ബ്രഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് ദമ്മ് പൊട്ടിച്ച് നോക്കാം. ഒരു 15-20 മിനിറ്റ് ആയി ഇപ്പോൾ സംഭവം. സംഭവം അടിപൊളി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ ഉണ്ടാകും. ആർക്ക് വരും? നിങ്ങൾക്ക് വരും.